പിണങ്ങി കഴിഞ്ഞാൽ ആരാദ്യം മിണ്ടേണ്ടത്? സോറി പറയേണ്ടത് ആരാ? ഞാൻ ഭർത്താവാണ്, ഞാനൊന്നും പറയൂല. കെട്ടിയോളാണെങ്കിലോ വേണമെങ്കിൽ മൂപ്പര് പറയട്ടെ, എന്നെ ആവശ്യത്തിന് മാത്രം മതി, അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ ഞാൻ കറിവേപ്പിലാണ്, എന്നെ വേണ്ട. രണ്ടുപേരും ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഒരാളൊന്ന് സോറി പറയണ്ടേ? ആദ്യം ആരാ പറയേണ്ടത്? സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു വാക്കുണ്ട്, ടു അലൈൻ എ റിലേഷൻഷിപ്പ് ജസ്റ്റ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് സേ സോറി. ഒരു ബന്ധം നല്ല മനോഹരമായി നിലനിർത്തണമെങ്കിലേ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് സോറി പറയാമെന്നാണ്. സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഞാൻ ഭർത്താവാണെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കലല്ല. ബന്ധത്തിനൊരു ഭംഗി ഉണ്ടാകണമെങ്കിൽ ആരെങ്കിലും ഒരാൾ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. തെറ്റ് ചിലപ്പോൾ അവളുടെ ഭാഗത്തായിരിക്കും, എന്നാലും ഞാനാണ് തെറ്റ് ചെയ്തത്, എന്നോട് നീ ക്ഷമിക്കട്ടോ. പിണങ്ങി കഴിഞ്ഞാൽ ആരാദ്യം മിണ്ടേണ്ടത്? സോറി പറയേണ്ടത് ആരാ? ഞാൻ ഭർത്താവാണ്, ഞാനൊന്നും പറയൂല. കെട്ടിയോളാണെങ്കിലോ വേണമെങ്കിൽ മൂപ്പര് പറയട്ടെ, എന്നെ ആവശ്യത്തിന് മാത്രം മതി, അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ ഞാൻ കറിവേപ്പിലാണ്, എന്നെ വേണ്ട. രണ്ടുപേരും ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഒരാളൊന്ന് സോറി പറയണ്ടേ? ആദ്യം ആരാ പറയേണ്ടത്? സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു വാക്കുണ്ട്, ടു അലൈൻ എ റിലേഷൻഷിപ്പ് ജസ്റ്റ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് സേ സോറി. ഒരു ബന്ധം നല്ല മനോഹരമായി നിലനിർത്തണമെങ്കിലേ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് സോറി പറയാമെന്നാണ്. സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഞാൻ ഭർത്താവാണെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കലല്ല. ബന്ധത്തിനൊരു ഭംഗി ഉണ്ടാകണമെങ്കിൽ ആരെങ്കിലും ഒരാൾ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. തെറ്റ് ചിലപ്പോൾ അവളുടെ ഭാഗത്തായിരിക്കും, എന്നാലും ഞാനാണ് തെറ്റ് ചെയ്തത്, എന്നോട് നീ ക്ഷമിക്കട്ടോ.